ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രത്തോളം നീതിയുക്തമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രക്രിയയുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന ചുമതലപ്പെടുത്തിയ ഒരു സ്വതന്ത്ര സ്ഥാപനമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ആ സ്ഥാപനം തന്നെ തങ്ങളുടെ അധികാരപരിധി ലംഘിക്കുകയും ഒപ്പം ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത്തരമൊരു ഗുരുതരമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ നിയമ പോരാട്ടം നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ ആരംഭം മുതൽ വിവാദങ്ങളുടെ പര്യായമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 65 ലക്ഷം ആളുകളാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ഇതൊരു സാധാരണ നടപടിയായിരുന്നില്ല. ഈ പ്രക്രിയയുടെ വേഗതയും വോട്ടർമാരെ ഒഴിവാക്കാൻ ഉപയോഗിച്ച രഹസ്യ സ്വഭാവമുള്ള രീതികളും സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാധാരണ നടപടിക്രമം അനുസരിച്ച് ഒരു വോട്ടറെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ കർശനമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത്തരമൊരു പരിശോധനയും നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട യഥാർത്ഥ വോട്ടർമാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ, യാതൊരു പരിശോധനയും കൂടാതെ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ആസൂത്രിതമായി ശ്രമം നടന്നു. ഈ നടപടിക്രമങ്ങളിലെ സുതാര്യതയില്ലായ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇതിനൊപ്പം മറ്റൊരു ഗുരുതരമായ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ ഒരു രേഖയായി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ ഈ നിർദ്ദേശത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിച്ചു. ഇത് വെറുമൊരു സാങ്കേതിക പിഴവായി മാത്രം കാണാൻ കഴിയില്ല. ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയുടെ ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ബോധപൂർവം ഒഴിഞ്ഞു മാറിയപ്പോൾ അത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള അവഹേളനമായി പോലും വ്യാഖ്യാനിക്കപ്പെട്ടു. തുടർച്ചയായ ഈ അവഗണനകൾക്ക് ശേഷം സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെ നേരിട്ട് വിളിച്ചു വരുത്തിയ കോടതി ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടാണ് അറിയിച്ചത്. ഒരു വോട്ടറെ പോലും നിയമവിരുദ്ധമായി നീക്കം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ബീഹാറിൽ നടന്ന ഈ മുഴുവൻ നടപടിയും റദ്ദാക്കും എന്ന് കോടതി തുറന്നടിച്ചു. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് സുപ്രീം കോടതി നൽകിയ ഏറ്റവും കടുത്ത താക്കീതുകളിൽ ഒന്നാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധിക്കാരപരമായ സമീപനത്തിനുള്ള ഒരു താക്കീത് മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയുടെ വിശുദ്ധി നിലനിർത്താൻ സുപ്രീം കോടതി നടത്തുന്ന പോരാട്ടത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ പ്രസ്താവന. ഈ നിയമ പോരാട്ടം വെറുമൊരു രാഷ്ട്രീയ തർക്കം മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ അടിത്തറയെ ശക്തിപ്പെടുത്തുമോ അതോ ദുർബലമാക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു നിർണായക നിമിഷമാണ്. ഒരു വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അപ്രസക്തമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറുന്നു എന്ന ആരോപണം ശക്തമാകുമ്പോൾ നീതിപീഠത്തിന്റെ ഈ ഇടപെടൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള അവസാന ആശ്രയമായി മാറുന്നു. ഒക്ടോബർ 7-ന് ഈ കേസിന് അന്തിമ വിധി വരുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശത്തെ മാത്രമല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയെയും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളെയും നിർണ്ണയിക്കുന്ന ഒരു നാഴികക്കല്ലായി മാറും.